അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലുള്ള ബഹുമാന്യരെ, ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള വൈജ്ഞാനിക സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടവും സ്നേഹവുമൊക്കെ കഴിഞ്ഞാൽ നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന മഹാനായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇഷ്ടവും കൂടുതൽ സ്നേഹവുമൊക്കെ വർദ്ധിക്കുന്ന വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ, മുഹമ്മദ് നബി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇഷ്ടവും സ്നേഹവും ഏകനായ അള്ളാഹുവിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ വിശ്വാസവും ആദർശവും നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രവാചകൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും നാം പാലിക്കേണ്ട മര്യാദകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു തന്ന മഹാനായ ഒരു പ്രവാചകൻ. അതോടുകൂടെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇഷ്ടവും സ്നേഹവും ഒക്കെ വല്ലാതെ കടന്നു വരാനുള്ള കാരണം, അതല്ലെങ്കിൽ മുഹമ്മദ് നബി എന്ന് കേൾക്കുമ്പോൾ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വൈകാരികത, സ്നേഹത്തിൻ്റെ പ്രവാചകൻ, കരുണയുടെ പ്രവാചകൻ, ആർദ്രതയുടെ പ്രവാചകൻ, മാതാപിതാക്കളോട്, മക്കളോട്, ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട്, മനുഷ്യരോട്, മൃഗങ്ങളോട്, പക്ഷികളോട് എന്ന് വേണ്ട എല്ലാവരോടും ഇഷ്ടവും സ്നേഹവും കാണിക്കണമെന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകൻ്റെ ചിത്രമാണ് നമ്മുടെ മുന്നിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. കേവലം ആരാധനകൾ മാത്രം പഠിപ്പിക്കുകയും നമ്മുടെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് മാത്രം വിവരണം നൽകുകയും ചെയ്ത ഒരാളല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ചൊരു സമൂഹത്തിൽ മനുഷ്യനായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരോടും നാം ഏതെല്ലാം രൂപത്തിൽ ഇടപഴകണമെന്നും ഏതെല്ലാം രൂപത്തിലുള്ള മര്യാദകളാണ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നാം ജീവിക്കുന്ന ലോകത്ത് നമ്മുടെ കൂടെയുള്ളവർക്ക് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു മനുഷ്യൻ്റെ ക്രയവിക്രയങ്ങളും ഇടപെടലുകളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. അത് ഏറ്റവും നന്നായി തീരുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ഒരിക്കലൊരു സ്ത്രീ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്ത്രീയുണ്ട്. തുക്തിറു മിൻ സ്വലാത്തിഹ വ സിയാമിഹ വ സ്വദഖത്തിഹ, അവൾ ധാരാളമായി നമസ്കരിക്കുന്നവളും ധാരാളമായി വ്രതമനുഷ്ഠിക്കുന്നവളും ധാരാളമായി ദാനധർമ്മങ്ങൾ നൽകുന്നവളുമാണ്. വലാക്കിൻ വഹിയ തുഅ്ദീ ബിലിസാനിഹ ലിജീറാനിഹ, പക്ഷെ അവൾ അവളുടെ നാവുകൊണ്ട് അയൽവാസികളെ ഉപദ്രവിക്കുന്നവളാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അവരുടെ വിധി എന്താണ്? ഈ തരത്തിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് പ്രവാചകരെ എന്താണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ളത് എന്നാണ് ഈ സ്ത്രീ പ്രവാചകനോട് ചോദിക്കുന്നത്. അപ്പോൾ ആരാധനകളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ, ദാനധർമ്മങ്ങൾ ധാരാളമായി നിർവഹിക്കുന്ന ഒരു സ്ത്രീ, ധാരാളമായി വ്രതമനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീ, അവരെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്നാൽ അവരുടെ പ്രത്യേകത, അവൾ അവളുടെ നാവുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവളാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്.
ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കേവലം ആരാധനകളെക്കുറിച്ച്, കേവലം അനുഷ്ഠാനങ്ങളെക്കുറിച്ച്, ഇസ്ലാമികമായ വേഷഭൂഷാദികളെക്കുറിച്ച് മാത്രം പഠിപ്പിച്ചു തന്ന ഒരു പ്രവാചകനല്ല. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യരോടെങ്ങനെ നിലനിൽക്കണം, മനുഷ്യരോടുള്ള ക്രയവിക്രയങ്ങളിൽ, സ്വഭാവങ്ങളിൽ, മനുഷ്യരുമായിട്ടുള്ള ഇടപെടലുകൾ എങ്ങനെയാകണമെന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ച ഒരു പ്രവാചകൻ, കാരുണ്യത്തിൻ്റെ പ്രവാചകൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. പ്രവാചകരെ, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ ഞാൻ നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമികമായ യുദ്ധത്തിലേക്ക് ഒരുപാട് ആളുകളെ വിളിച്ചു കൂട്ടുന്നു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളോട് പറയുന്ന ഒരു നിർദ്ദേശം, അയൽവാസികളെ ഉപദ്രവിക്കുന്നവർ ഈ യുദ്ധത്തിന് നമ്മുടെ കൂടെ വരേണ്ടതില്ല. ആ സമയത്ത് ഒരു സഹാബി പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വളരെ പെട്ടെന്ന് എൻ്റെ അയൽവാസിയുടെ മതിലിൽ അറിയാതെ മൂത്രമൊഴിച്ചു. ഞാനിങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് മൂത്രമൊഴിക്കാനുള്ള ശങ്കയുണ്ടായപ്പോൾ ഞാൻ അയൽവാസിയുടെ മതിലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ രൂപത്തിലുള്ള മതിലൊന്നുമല്ല, കേവലം ഒരു വീടിൻ്റെ അതിര് തിരിക്കുന്ന കേവലമായിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തുവായിരിക്കാം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിളിക്കുന്നത് വളരെ അത്യാവശ്യമായി ഇസ്ലാമികമായ യുദ്ധത്തിലേക്ക് ആളുകളെ ആവശ്യമായ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ വിളിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഒരു ഉപദേശമാണ്, അയൽവാസികളെ ഉപദ്രവിക്കുന്നവർ ഇന്ന് വരേണ്ടതില്ല. ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് പറയുന്നത്, താങ്കൾ ഇന്ന് യുദ്ധത്തിന് വരേണ്ടതില്ല എന്നാണ്. അപ്പോൾ അയൽവാസിയോട് ഒരു മനുഷ്യൻ എങ്ങനെയാകണം, ഒരു മനുഷ്യനോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത്? ഒരു മനുഷ്യന് ശല്യമില്ലാതെ മറ്റുള്ള മനുഷ്യർക്ക് സന്തോഷം നൽകുന്ന ഒരു വ്യക്തിത്വം മനുഷ്യരിൽ ഉണ്ടാക്കാനുള്ള നിർബന്ധമായിട്ടുള്ള ചില ശീലങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് കൈമാറി, അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന് കൈമാറി, ലോകർക്ക് കൈമാറി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് മറ്റൊരു സ്വഹാബി പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് അബ്തഗിൽ ഹിജ്റത്തു വൽ ജിഹാദ്, ഞാൻ ഹിജ്റ ചെയ്യാനും ജിഹാദ് ചെയ്യാനും ആഗ്രഹിക്കുന്നു. വളരെ ശ്രേഷ്ഠകരമായ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചോദിക്കുന്നു, അദ്ദേഹം പറയുന്നുണ്ട്, അബ്തഗിൽ അജ്റു മിനല്ലാഹി തആല, അള്ളാഹുവിങ്കിൽ നിന്നുള്ള സ്വർഗം ഞാൻ ആഗ്രഹിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എൻ്റെ ഉമ്മയും ഉപ്പയുമുണ്ട്, പക്ഷേ അവർ രണ്ടുപേരും എന്ന് പറഞ്ഞ് ആ സഹാബി സംസാരം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ആരാണ് വീട്ടിലുള്ളത്? പ്രായമായ മാതാപിതാക്കൾ ഉണ്ടോ? അതേ പ്രവാചകരെ. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, എങ്കിൽ താങ്കൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകുക. അതബ്തഗിൽ അജ്റു മിനല്ലാഹി തആല, താങ്കൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള സ്വർഗമാണോ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലമാണോ ആവശ്യം? എങ്കിൽ താങ്കൾ വീട്ടിലേക്ക് മടങ്ങുക. എന്നിട്ട് താങ്കളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി താങ്കൾ ജിഹാദ് ചെയ്യുക, നന്മ ചെയ്യുക എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ കൈമാറിയ മാതാപിതാക്കളോടുള്ള കടമയും കർത്തവ്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാനവികതയുടെ ഒരു സന്ദേശം. അയൽവാസികളോട് എങ്ങനെ പെരുമാറണമെന്നതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാനവികതയുടെ സന്ദേശം. ഇങ്ങനെ മനുഷ്യരോട് എങ്ങനെ ഇടപെടണമെന്ന കരുണയുടെ സന്ദേശം ലോകർക്ക് കൈമാറിയ മഹാനായ ഒരു പ്രവാചകൻ. പ്രവാചകനെക്കുറിച്ച് വിമർശിക്കുന്ന കുറേ ആളുകളുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചുകൊണ്ട് പുസ്തകങ്ങൾ എഴുതിയവർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആദർശത്തെക്കുറിച്ച് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ, അവർ ചെയ്തത് പ്രവാചകനെ സത്യസന്ധമായി പഠിച്ചു എന്നതാണ്. ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അറിയാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ എഴുതിവിടുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ട്? അവർ പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് അതിൻ്റെ കാരണം. എല്ലാവരാലും അകറ്റപ്പെട്ട, ആരും മൈൻഡ് ചെയ്യാത്ത, എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്ന, ആരാരും പരിഗണിക്കാത്ത ഒരുപാട് ജനപദങ്ങൾ, വിഭാഗങ്ങൾ ഇന്ന് ലോകത്ത് ജീവിക്കുന്നുണ്ട്. വിധവകൾ, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടവർ, ഭർത്താക്കന്മാർ മരണപ്പെട്ട സ്ത്രീകൾ,
ഒഴിവാക്കിപ്പോയ ഭർത്താക്കന്മാർ, ഒഴിവാക്കിപ്പോയ സ്ത്രീകൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ, വിധവയുടെ കാര്യത്തിൽ, സാധുവിൻ്റെ കാര്യത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. ആലോചിച്ച് നോക്കൂ, വിധവകൾക്ക് വേണ്ടി സംസാരിക്കുന്ന പ്രവാചകൻ, വിധവകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ, അവരുടെ നന്മക്ക് വേണ്ടി പരിശ്രമിക്കുന്നവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയിലേക്ക് ഒരിക്കൽ ഇങ്ങനെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മൻ മശാ ഫീ ഖളാഇ ഹാജതി അഖീഹി ഖൈറും മിൻ അൻ യഅതകിഫ ഫീ മസ്ജിദി ഹാദാ ശഹ്റൈൻ. ഈ മസ്ജിദുൻ നബവിയിൽ 2 മാസം അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഭജനമിരിക്കുന്നതിനേക്കാൾ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണ് മൻ മശാ ഫീ ഖളാഇ ഹാജതി അഖീഹി ഖൈറും മിൻ അൻ യഅതകിഫ ഫീ മസ്ജിദി ഹാദാ ശഹ്റൈൻ. തൻ്റെ സഹോദരൻ്റെ ഒരാവശ്യത്തിനു വേണ്ടി, തൻ്റെ സഹോദരൻ്റെ പ്രയാസത്തിനു വേണ്ടി ഓടി നടക്കുന്നവൻ ഈ മസ്ജിദുൻ നബവിയിൽ 2 മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം അള്ളാഹുവിങ്കൽ നിന്ന് വാരിക്കൂട്ടുന്നു എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, എല്ലാവരാലും അവഗണിക്കപ്പെട്ടവർ, കഷ്ടപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ, വിധവകൾ, സാധുക്കൾ, മാതാപിതാക്കൾ, ഇങ്ങനെ തുടങ്ങി ഓരോ മേഖലയിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ കരുണയുടെ വലിയ സന്ദേശം നമുക്ക് കാണാൻ കഴിയും. അനവ കാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹക്കദ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇതുപോലെയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ നടുവിരലും പ്രവാചകന്റെ ചൂണ്ടുവിരലും ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറയുന്നു, യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും ഇതുപോലെയായിരിക്കും സ്വർഗത്തിലെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്കൂ, പിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾ, ആ മക്കളെ സംരക്ഷിക്കുന്നവൻ. ആ സന്ദേശമാണല്ലോ കേരളത്തിൽ വരെ നമ്മൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ പ്രസ്ഥാനം യതീമായ മക്കളെ ചേർത്ത് പിടിച്ച സന്ദർഭത്തിൽ വിമർശിച്ച ആളുകളുണ്ട്. ഈ ഒരു സ്വാധീനമാണ്, പ്രവാചകന്റെ ഈ സംസാരത്തിൻ്റെ സ്വാധീനമാണ് നാം ജീവിക്കുന്ന കാലത്ത് ചെറുപ്പത്തിൽ പിതാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഉമ്മത്തിനെ, ഒരു സമുദായത്തെ വളർത്തിയെടുക്കാനുണ്ടായ കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പനയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും നല്ല വീട് ഏതാണ്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും നല്ല വീട്, ഒരു മനുഷ്യൻ്റെ വീട്ടിൽ യതീമായ ഒരു കുട്ടിയുണ്ടോ, ആ കുട്ടിയോട് മാന്യമായി പെരുമാറുന്ന വീടാണ് ഏറ്റവും നല്ല വീട്. ഏറ്റവും മോശം വീട് ഏതാണ്? ഒരു യതീമായ ഒരു കുട്ടി ഒരു വീട്ടിലുണ്ടോ, ആ കുട്ടിയോട് മോശമായി പെരുമാറുന്ന വീടാണ് ഏറ്റവും മോശം വീട്. ഇങ്ങനെ നാനാ തുറകളിലും പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന പ്രവാചക സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരോടും കരുണ, എല്ലാ മനുഷ്യരോടും സ്നേഹം. നമുക്കറിയാമല്ലോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊലപ്പെടുത്താൻ വേണ്ടി വന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് വരെ മറ്റുള്ളവർ പ്രവാചകനെക്കുറിച്ച് നിരന്തരമായി കുറ്റം പറയുമ്പോൾ അറിയാതെ ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് പ്രവാചകനോടുള്ള വിദ്വേഷവും പകയും വരുന്നു. ആ മനുഷ്യനെ കൊലപ്പെടുത്താൻ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊലപ്പെടുത്താൻ വേണ്ടി ആ മനുഷ്യൻ പുറപ്പെടുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ കൊലപ്പെടുത്താൻ പ്രവാചകൻ ഒരു വൃക്ഷച്ചുവട്ടിൽ കിടക്കുമ്പോൾ പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്ന, സാധാരണയായി അറബികൾ കൊണ്ടു നടന്നിരുന്ന ആ വാൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വൃക്ഷത്തിൽ തൂക്കിയിട്ടിരുന്നു. ആ മനുഷ്യൻ ആ വാളെടുത്തു. പ്രവാചകനോട് ചോദിച്ചു, മൻ യംനഉക മിന്നി, എന്നിൽ നിന്ന് നിന്നെ ആരാണ് സംരക്ഷിക്കുക? ഞാൻ നിന്നെ കൊലപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എന്നെ അള്ളാഹു രക്ഷപ്പെടുത്തും. ആ ഉത്തരം ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ആ വാള് താഴേക്ക് വീഴുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ വാളെടുക്കുന്നു. ആ വാളെടുത്തുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുന്നു, മൻ യംനഉക മിന്നി, അല്ല നിങ്ങളെ ആരാണ് എന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുക? ആ മനുഷ്യൻ അതിന് പറഞ്ഞ മറുപടി, കുൻ ഖൈറ ആഖിദിൻ, നിങ്ങൾ എന്നെ കൊല്ലുകയില്ലല്ലോ, കാരണം നിങ്ങൾ ഏറ്റവും നന്നായി മനുഷ്യരോട് വർത്തിക്കുന്നവനാണല്ലോ എന്നാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആ മനുഷ്യൻ പറയുന്നത്. ആ മനുഷ്യൻ എന്തിനു വന്നതാ? അള്ളാഹുവിൻ്റെ പ്രവാചകനെ കൊലപ്പെടുത്താൻ വേണ്ടി വന്നതാ. ആ മനുഷ്യനെ കൊലപ്പെടുത്താൻ എന്ന രൂപത്തിൽ പ്രവാചകൻ വാളെടുത്ത് നിങ്ങളെ എന്നിൽ നിന്നാര് രക്ഷപ്പെടുത്തുമെന്ന് ചോദിക്കുമ്പോൾ
ആ മനുഷ്യന് പ്രവാചകനിൽ ഉണ്ടായിരുന്ന ഒരു കരുണയുടെ വിശ്വാസമുണ്ടായിരുന്നു. ആ മനുഷ്യൻ തിരിച്ചുപോയി തൻ്റെ ആളുകളോട് പറയുന്നത് എന്താണെന്നോ, ജിഅ്തുകും മിൻ ഇൻദി ഖൈരിന്നാസ്, ഞാൻ ആരുടെ അടുത്ത് നിന്നാണെന്നോ വരുന്നത്, ഞാൻ വരുന്നത് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യരുടെ അടുത്ത് നിന്നാണ്, ഏറ്റവും നല്ല മനുഷ്യൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ തിരിച്ചു വരുന്നത് എന്ന് പ്രവാചകനെ കൊലപ്പെടുത്താൻ വേണ്ടി വന്ന ഒരു മനുഷ്യൻ ശത്രുക്കളുടെ അടുത്ത് പോയി പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എത്രത്തോളം കരുണയും എത്രത്തോളം സ്നേഹവും മനുഷ്യരോട് പുലർത്തിയിരുന്ന ഒരു പ്രവാചകനായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ സൂചിപ്പിച്ചത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവരാശിയോട് കരുണയോടെ, സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടുകൂടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വർത്തിച്ചു. സമൂഹത്തിൽ കടന്നു വരുന്ന മുസ്ലിങ്ങളായ നാം അടക്കം ചിന്തിക്കേണ്ട ഒന്ന്, നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ അതല്ലെങ്കിൽ ചില യൂട്യൂബ് ചാനലുകളിലൂടെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് അറിയാതെ ചില മുസ്ലിം നാമധാരികൾ അടക്കമുള്ള ആളുകൾ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ കൊണ്ടുവരുന്ന തീവ്രമായ വർഗീയമായ ചില ചിന്തകളുണ്ട്. ആ ചിന്തകളിൽ ഉൾപ്പെടണമെന്ന് നമുക്ക് താല്പര്യമില്ല. പക്ഷെ നിരന്തരമായി ഫാസിസത്തിനെതിരെയുള്ള ചില സംസാരങ്ങൾ വരുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വർഗീയതയും തീവ്രതയും കടന്നു വരാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ വളരെ സ്നേഹത്തോടെ തന്നെ ഉപദ്രവിച്ചവരോട്, തന്നെ ആക്രമിച്ചവരോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാന്യമായി വർത്തിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, പ്രവാചകനെ കല്ലെറിഞ്ഞവർ, പ്രവാചകനെ ആക്രമിച്ചവർ, പ്രവാചകനെ കുറ്റപ്പെടുത്തിയവർ, പ്രവാചകനെ കള്ളനെന്ന് വിളിച്ചവർ, പ്രവാചകനെ കൂടോത്രക്കാരനെന്ന് വിളിച്ചവർ, ഇങ്ങനെയൊക്കെ വിളിച്ച ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചവർ, ആ ഉപദ്രവിച്ചവരെയാണ് മക്ക വിജയിച്ചടക്കുന്ന സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ ലഭിക്കുന്നത്. എല്ലാവരെയും ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി നിർത്തുന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഇന്ന് രക്തമൊഴുകുന്ന ദിവസമാണ്, ഇന്ന് പ്രയാസത്തിൻ്റെ ദിവസമാണ്, ഇന്ന് വാളുകൾ ഏറ്റുമുട്ടുന്ന ദിവസമാണ് എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഉപദ്രവിച്ചവർ, പ്രവാചകനെ ധിക്കരിച്ചവർ, പ്രവാചകനോട് അങ്ങേയറ്റം ശത്രുത പ്രഖ്യാപിച്ചവർ, പ്രവാചകനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ കാരണമായി തീർന്നവർ, ഇങ്ങനെ ശത്രുത മാത്രം പ്രവാചകനോട് കാട്ടിയിരുന്ന ഒരു ജനപദത്തെ പ്രവാചകന്റെ മുന്നിൽ ലഭിച്ചപ്പോൾ പ്രവാചകൻ പറയുന്നത് ഹാദാ യൗമുൽ മർഹമ എന്നാണ്. അവർ പറഞ്ഞത് ഹാദാ യൗമുൽ മൽഹമ, ഇന്ന് മാംസമെടുക്കുന്ന ദിവസമാണ്, ഇന്ന് യുദ്ധത്തിൻ്റെ ദിവസമാണ്, ഇന്ന് നമ്മെ ആക്രമിക്കപ്പെടുന്ന ദിവസമാണ്, ഇന്ന് നമ്മെ ഉന്മൂലനം ചെയ്യുന്ന ദിവസമാണ് എന്ന് പറഞ്ഞ തന്നോട് ശത്രുത പുലർത്തിയവർ, തന്നിൽ വിശ്വസിക്കാത്തവർ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത് ഹാദാ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ്. അൻതുമുത്തുലഖാ, നിങ്ങൾക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് നിങ്ങൾക്ക് പോകാം. അൽ അഫു ഇൻദൽ മഖ്ദിറ, അൽ അഫു ഇൻദൽ മഖ്ദിറ, പ്രതികാരം ചെയ്യാൻ ഒരു മനുഷ്യന് സാധ്യമാകുമ്പോഴാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ, കരുണയുടെ പ്രവാചകനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ പ്രവാചകന്റെ സന്ദേശങ്ങൾ, കരുണയുടെ, സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ ആ സന്ദേശം ഇസ്ലാമിനെതിരെ നിരന്തരമായി വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രവാചകൻ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ സന്ദേശം, കരുണയുടെ സന്ദേശം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ജീവിച്ചാൽ യാതൊരു തർക്കവുമില്ല. നിങ്ങളോട് തിന്മയിൽ നിൽക്കുന്നവർ, ഫാസിസം അതല്ലെങ്കിൽ കേരളത്തിൽ വരെ മാറിമറിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എങ്ങനെയെങ്കിലും മുസ്ലിം സമുദായത്തെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട്, മുസ്ലിം സമുദായത്തിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, മുസ്ലിം സമുദായത്തിൻ്റെ മനസ്സിൽ തീവ്രത വളർന്നാലേ, വർഗീയതയുണ്ടായാലേ ഞങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവരോട് സ്നേഹത്തോടെ, കരുണയോടെ, തിന്മക്ക് നന്മയിൽ നിന്നുകൊണ്ട് അവരോട് പ്രവാചകന്റെ ആ ആദർശം പിൻപറ്റിക്കൊണ്ട് നാം വർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശത്രു പോലും നമ്മുടെ ഉറ്റമിത്രമായി തീരുമെന്ന വിശുദ്ധ ഖുർആനിന്റെ പാഠമാണ് അള്ളാഹുവിൻ്റെ പ്രവാചക ജീവിതത്തിലെ കരുണയിലൂടെ, സ്നേഹത്തിലൂടെ, ആർദ്രതയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആ മനുഷ്യരോട്, മൃഗങ്ങളോട്, സാധുക്കളോട്, സാധാരണക്കാരോട്, ഭർത്താവിനോട്, ഭാര്യയോട്, അയൽവാസികളോട് എന്നു വേണ്ട മനുഷ്യരോടെല്ലാം കരുണയോടെയും സ്നേഹത്തോടെയും കൂടി വർത്തിക്കണമെന്ന വിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയത്തെ നമുക്ക് കൈമാറി നൽകിയ പ്രവാചകന്റെ ആ ആദർശം
ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.